നമസ്കാരം, അഭിലാഷ് ഷോട്ടയാണ്. മായൻമോരാ നമസ്കാരം. നമ്മുടെ അലിൻ ജോസ് പെരേര. അപ്പൊ എന്തായാലും ഇന്ന് എമ്പുരാൻ സിനിമ കണ്ടിരിക്കുകയാണ്. ഗംഭീര പടം. ഗംഭീരം. അലിൻ ജോസ് പെരേര കണ്ടോ? ഇല്ല, ടിക്കറ്റ് കിട്ടിയില്ല. മാഹിനും കിട്ടിയില്ല. മാഹിൻ നോമ്പ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ട്. കാരണം പടം കാണരുതെന്ന് പലരും പറഞ്ഞിട്ട് ഈ സിനിമ പോയി കണ്ടതിന്റെ ധൈര്യത്തിന് ബിഗ് സല്യൂട്ട് കൊണ്ടാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ കാണുന്ന വെച്ചാൽ ഓരോരുത്തരുടെ അവകാശമാണ്. വനിതയിൽ കോമാളിത്തരം ആവർത്തിക്കാം വേറെ ഇന്ന് വന്നാലും കുറെ ആൾക്കാർ എന്തുകൊണ്ട് പക്ഷെ തിയേറ്റർ ഓണർ മാറിട്ടോ വേറെ ആൾ വന്നിരുന്നു. ഇല്ല ഓണർ മാറി ആണോ? അത് പറ്റി അതെന്ന് എനിക്കറിയില്ല. അത് വിടെ ഞാൻ പറഞ്ഞ എന്ന് വെച്ചാൽ അതല്ല നമ്മളിവിടെ പറഞ്ഞത്. അപ്പൊ കോമാളിത്തരം കാണിക്കാൻ ഇനി ആൾക്കാർ വരണ്ട. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ആൾക്കാർ വന്നാലും എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു സ്ഥാനമുണ്ട്. കാരണം മോഹൻലാലും മമ്മൂക്കയും ജയറാമേട്ടനും സുരേഷ് ഏട്ടനും നിന്നിരുന്ന സമയത്ത് ജനപ്രിയ നടൻ ദിലീപ് ഏട്ടനൊരു സ്ഥാനം കിട്ടിയെങ്കിൽ AJPക്ക് മലയാള സിനിമയിൽ ഒരു സ്ഥാനമുണ്ട്. പലർക്കും അറിയാം. ലിസ്റ്റിൻ ചേട്ടന് വരെ എന്നെ അറിയാം. ഇന്ന് സംസാരിച്ചു അദ്ദേഹത്തോട് ഞാൻ കാര്യം പറഞ്ഞിട്ട് പേരെ ഇന്ന് വന്നവരോട് കോമാളിത്തരം അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കട്ടെ. പക്ഷെ എന്ന് പറഞ്ഞാൽ അതുപോലെ കാണിക്കാണ്ട് ഞങ്ങൾ റിവ്യൂ പറയുന്നതിനാണ് വിലക്ക് വന്നത് അല്ലേ? ആണോ അല്ലയോ? അപ്പൊ അത് കാണിക്കുന്നത് കോമാളിത്തരം തന്നെയല്ലേ? കോമാളിത്തരം തന്നെയാണ്. എന്താണെന്നാണ് ഞാൻ പറയാം, കോമാളിത്തരം. അപ്പൊ മനോജൊക്കെ വന്നോടാ. ഉണ്ണിക്കുട്ടം വന്ന് വനിതയിലല്ല വന്നത്, പിന്നെ എന്റെ കൂടെ കവിതയില്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും വരുന്നുണ്ട്. ഉണ്ണിക്കണ്ണനാണ്. എന്റെ ഒപ്പം ഇരുന്ന ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു ഉണ്ണിക്കണ്ണൻ. പാവപ്പെട്ടവനാണ് പുള്ളി കേട്ടോ. നീ വാങ്ങിക്കൊടുത്തു പറയട്ടോ. വിജയനെ കണ്ടാന്നൊക്കെ സിനിമ ഓരോരുത്തർ അവകാശമല്ലേ? അപ്പൊ എമ്പുരാൻ സിനിമ കണ്ടിരിക്കുകയാണ്. AJP അടിപൊളി പടമാണ്. അപ്പൊ ഞാൻ പറയട്ടോ, എംപുരാൻ എന്ന പടം ഗംഭീര പടമാണ്. സൂപ്പർ ഹൈറ്റ് ഡൂപ്പർ ഹൈറ്റ് ചിത്രത്തിലുള്ള ലൂസിഫറിന്റെ 2ാം ഭാഗം L2 എംപുരാനെന്ന് മലയാളത്തിൽ എഴുതി കാണിച്ചോ തിയേറ്ററിനകത്ത് എഴുതി കാണിച്ചു. പിന്നെ ലാലേട്ടന് മാഷപ്പ് വീഡിയോ ഉണ്ട് ഇതിനകത്ത്. ലാലേട്ടന്റെ ഒരു 10-30 വർഷത്തെ സിനിമ കരിയർ ഈ സിനിമയിൽ ഫസ്റ്റ് ഇൻട്രോ കാണിക്കുന്നുണ്ട്. കാരണം പണ്ട് നമ്മൾ കാരിസ്ഥാൻ സിനിമയിൽ ദിലീപേട്ടനെ നമുക്ക് ഇൻട്രോ കണ്ടത്. പക്ഷെ ശേഷം ലാലേട്ടൻ ഒരു ഇൻട്രോ വരുന്നുണ്ട്. അത് ഗംഭീരമാണ്. പിന്നെ ആന്റണി പെരുമ്പാവൂരിന്റെ പ്രൊഡ്യൂസർ രീതിയും ആന്റണി പെരുമ്പാവൂരിന്റെ അഭിനയം ഗംഭീരം അഴക്കിയിട്ടുണ്ട്. എന്തായാലും എംപുരാൻ എന്തായാലും ഒരു 1000 കോടി ക്ലബിലേക്ക് കയറുന്നതിനെ പറയും. ഇന്നത്തെ ദിവസം തന്നെ 100 കോടി ക്ലബിൽ കയറി എന്ന് പറയുന്നുണ്ട്. എന്തായാലും പടം എല്ലാവരും പോയി കാണുക. രാജുവേട്ടന്റെ ഡയറക്ഷനും ആ ഒരു അഭിനയം ആരും ഒന്ന് പേടിക്കേണ്ട അഭിനയമാണ്. ഒരുപാട് പേര് ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ അറിയുന്നുണ്ട്. അത് തെണ്ടിത്തരമാണ് കാണിക്കുന്നത്. മലയാള സിനിമ തിരുവനന്തപുരത്ത് ഞാനത് റിവ്യൂ അഞ്ച് ഡയലോഗ് കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. 5 ഡയലോഗ് ലാലേട്ടന് 5 ഡയലോഗ് ചിലപ്പോ മാസ് ഡയലോഗ് 5 എന്ന് പറഞ്ഞു മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. രാജുവിനെ വഴക്കുറഞ്ഞു വെറുതെ പറഞ്ഞ ഡയലോഗ്സ് ഒരുപാട് പറഞ്ഞല്ലോ. ബസ്സൊക്കെ വരുന്നുണ്ട്, അതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. എന്തായാലും സിനിമയെ സ്നേഹിക്കുന്നവർ എമ്പുരാൻ പോയി കാണാം. ഒരുപാട് പേര് തളർത്താൻ നോക്കും. കാരണം നമ്മളെയും പലരും തളർത്താൻ നോക്കിയിട്ട് നമ്മൾ ഇത്ര ഒരു കാര്യം പറഞ്ഞു നിർത്താം. ബസ്സൊക്കെ സിനിമയിൽ നമ്മുടെ ആറാട്ടനുണ്ട്. ഉണ്ട്. അപ്പൊ ഈ പടത്തെ പറ്റി പറയാം. എമ്പുരാൻ എന്ന് പറഞ്ഞ പടം എന്തായാലും കാണണം. സാനിയ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. മഞ്ജു വാര്യർ ചേച്ചി, ഷാഹുൽ ഹമീദ്, നിമിഷ ചാലക്കുടിയുടെ കൂടെ ഡാൻസ് കളിക്കുന്ന പറഞ്ഞ ഷാഹുൽ ഹമീദ്, ടൊവിനോ ഉണ്ട്, ആസിഫിക്ക ഉണ്ട്. ഗംഭീര സിനിമ തന്നെയാണ് ഈ പടം. എമ്പുരാൻ തിയേറ്ററിൽ പോയി കാണുക. മസ്റ്റ് വാച്ച് ആണ്. 3 മണിക്കൂറുണ്ട്. ദൈർഘ്യം നിങ്ങൾ നോക്കരുത്. പാട്ടുകളുണ്ട്, ഫൈറ്റ് ഉണ്ട്, ഗൺഷോട്ട് ഉണ്ട്. പിന്നെ ബോളിവുഡ് സ്റ്റൈലിലാണ് മേക്കിയിരിക്കുന്നത്. കാരണം എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഇംഗ്ലീഷ് സിനിമയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്ക് നല്ല രീതിയിൽ രാജുവേട്ടൻ ഇത് മേക്കിയിരിക്കുന്നത്. രാജുവേട്ടൻ മലയാള സിനിമയിലെ മുത്താണ്. അഭിലാഷ് സുമേഷ് കുട്ടിലേക്കും പടം പോയി കാണുമല്ലേ? താൻ കണ്ടിട്ട് എല്ലാ ചാനലും കൊടുക്കണം. മാന്യമായിട്ട് ഉള്ളിലെന്ന് പറയരുത്. ഉള്ളിലെന്ന് പറഞ്ഞാൽ ആര് വരും? കൊല്ലൂല്ലാന്ന് പറഞ്ഞ നല്ല സിനിമകളാ. രാജുവേട്ടൻ അടിക്കോട്ടോ. അപ്പൊ തന്നെ പുല്ലേക്കും നല്ല പടമല്ലേ, പിന്നെ എന്തിനാ കൊള്ളാന്ന് പറയണ? എന്തിനാ നല്ല പടം എന്ന് പറയണം. ഓക്കെ.